ഡിമോസ് ഫർണിച്ചർ, ദി അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്. ആഘോഷിക്കാം ഈ ഓണക്കാലം ഡിമോസിനൊപ്പം. ആ കേസിന്റെ അന്വേഷണത്തിലെ തുടക്കം മുതൽ തന്നെ ആ അന്വേഷണത്തിൽ ഒരുപാട് പഴുതുകൾ കണ്ടെത്തുകയും ഈ സുകുമാരക്കുറുപ്പ് സമർത്ഥമായി രക്ഷപ്പെട്ടതല്ല, സുകുമാരക്കുറുപ്പിനെ സമർത്ഥമായി രക്ഷപ്പെടുത്തിയതാണ് എന്ന് ആണ് എനിക്ക് ബോധ്യപ്പെട്ടത്. കേരള പോലീസ് ഒരുപാട് കുറ്റകൃത്യങ്ങൾ തെളിയിക്കുന്നത് വെച്ച് നോക്കിയാൽ ഈ കേസിന്റെ അന്വേഷണത്തിന്റെ നാൾവഴികളിൽ ഒരുപാട് പോരായ്മകൾ കണ്ടെത്തുകയും സുകുമാരക്കുറുപ്പ് ലോകത്തിന്റെ എവിടെ ജീവിച്ചിരിക്കുന്നാലും കണ്ടെത്താൻ ഉതകുന്ന തരത്തിലുള്ള സയന്റിഫിക് ആയിട്ടും സാങ്കേതികമായിട്ടും ഉള്ള രേഖകൾ ഞാൻ കണ്ടെത്തുകയും കുടുംബാംഗങ്ങളിൽ പലരുമായി സംസാരിച്ചതിൽ നിന്നും സുകുമാരക്കുറുപ്പ് മരിച്ചിട്ടില്ല എന്ന് എനിക്ക് ഉത്തമ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ കുറിച്ച് ഞാൻ റിപ്പോർട്ട് കൊടുത്തത്. അല്ല, അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ കണ്ടെത്തിയ കാര്യങ്ങളെ കൂടുതൽ ശരിയാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന സംഭവമാണ് അങ്ങനെ ചെയ്യുക എന്നുള്ളത്. എന്തിനാണ് ധൃതി വെക്കുന്ന ഒരാളെ, ഒരു കുറ്റവാളി, ഒരു കൊലക്കേസിലെ പ്രതി മരിച്ചു എന്ന് ആർക്കാണ് താല്പര്യം? ഇത്ര പ്രധാനപ്പെട്ട പേര് ധൃതി പിടിച്ചു മരിച്ചു എന്ന് പറഞ്ഞാൽ എവിടെ വെച്ച്, എങ്ങനെ മരിച്ചു, എവിടെ അടക്കം ചെയ്തു എന്നെല്ലാം പറയണ്ടേ? ഏതെങ്കിലും ഒരു അസംപ്ഷൻ കൊണ്ട് കേസ് അവസാനിപ്പിക്കാൻ പറ്റത്തില്ല. ഒരു കേസ് അവസാനിപ്പിക്കണമെങ്കിൽ മർഡർ കേസാണ്. ഒരു മനുഷ്യനെ കൊന്ന് കത്തിച്ച് അയാൾ രക്ഷപ്പെട്ടിട്ടുള്ള ആളാണ്. ഏറ്റവും ഗ്രേവ് ആയിട്ടുള്ള ഒരു ക്രൈമാണ്. ആ ക്രൈമിൽ ഒരു പ്രതി മരിച്ചു എന്ന് ഒരു ഹിയർസേയിൽ അങ്ങ് എഴുതി വെക്കാൻ പറ്റില്ല, അല്ലേ? അതുകൊണ്ട് ആ കേസ് ഫയൽ അന്വേഷിച്ചപ്പോൾ അങ്ങനെ മരിച്ചു എന്ന നിഗമനത്തിൽ എത്താൻ പറ്റില്ല എന്ന് ഞാൻ കണ്ടെത്തുകയും തുടർന്ന് ഒരു ധൃതി, അദ്ദേഹം മരിച്ചു എന്ന് വരുത്താനുള്ള ഒരു ധൃതി അതിലുണ്ടായിട്ടുള്ളതായി എനിക്ക് ബോധ്യപ്പെട്ടു. മാത്രമല്ല, വളരെ പ്രധാനപ്പെട്ട പല സെൻസേഷണൽ കേസുകളിലും ഞാൻ അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഉന്നതന്മാരാണ് എന്ന് കാണുമ്പോൾ ഒന്നുകിൽ അവിടെ വെച്ച് അന്വേഷണം നിർത്തിക്കും, അതല്ല എന്നുണ്ടെങ്കിൽ അന്വേഷണ സംഘത്തിൽ എന്നെ മാറ്റും, അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ കണ്ടെത്തിയിട്ടുള്ള തെളിവുകൾ ശരിയല്ല, അല്ലെങ്കിൽ അത് നശിപ്പിച്ച് കളയാനൊക്കെയുള്ളൊരു ശ്രമം നടത്തും. പക്ഷേ എനിക്കത് മനസ്സിലാകും ഇതിനകത്ത് ഈ കേസ് സത്യം എന്നതാണ് എന്നുള്ളത്. ഇപ്പോൾ ഞാൻ റിട്ടയർഡ് ആയതിനു ശേഷം എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കും, ദൈവമേ നമ്മളെ എല്ലാവർക്കും തുല്യമായി നീതി കൊടുക്കാൻ കഴിഞ്ഞോ എന്ന് സ്വയം ഞാൻ ചോദിക്കുന്ന ഒരാളാണ്. അപ്പം ഈ കേസിലും ചാക്കോയുടെ കുടുംബത്തിന് നീതി കൊടുക്കാൻ കഴിഞ്ഞില്ല എന്ന ഒരു വിശ്വാസം ഉള്ളത് കൊണ്ടാണ് ആ സുകുമാരക്കുറുപ്പിനെ കുറിച്ച് അന്വേഷിക്കണം എന്നെനിക്ക് കൂടുതൽ താല്പര്യം തോന്നുകയും ഞാൻ അന്വേഷിച്ച് കണ്ടെത്തിയ വിവരങ്ങൾ വെച്ചുകൊണ്ട് ധൃതി പിടിച്ച് അയാളെ മരിപ്പിക്കേണ്ട കാര്യം കേരള പോലീസിനില്ല എന്നാണ് എൻ്റെ ഒരു വിനീതമായ അഭിപ്രായം. ഞാൻ ഏറ്റവും ഒടുവിൽ എൻ്റെ സർവീസ് ജീവിതത്തിൽ ഞാൻ ഈ കേസ് റിപ്പോർട്ട് ചെയ്ത മാവേലിക്കരയിലെ SI ആയിരുന്നു. ഞാൻ മാവേലിക്കര സ്റ്റേഷനുള്ളപ്പോഴും ഞാൻ 2017 ഈ കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടപ്പോഴും ഞാൻ പോലീസിൽ കയറുന്നതിന് മുമ്പ് എനിക്കൊരു 17 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ഈ സുകുമാരക്കുറുപ്പിന്റെ ആ സംഭവം ഉണ്ടാകുന്നത്. എൻ്റെ വീട്ടിൽ നിന്ന് കേവലം 2.5 കിലോമീറ്റർ വടക്കുമാറിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അന്നു മുതൽ തന്നെ ഞാൻ പോലീസിൽ കയറുന്നതിന് മുമ്പ് തന്നെ ഈ കേസിനെ സംബന്ധിച്ച് വളരെ കൂടുതൽ ഞാൻ ചിന്തിക്കുകയും പഠനവിധേയമാക്കുകയൊക്കെ ചെയ്തതാണ്. പക്ഷേ ഞാൻ മാവേലിക്കുള്ളപ്പോൾ ഞെട്ടിക്കുന്ന ചില വിവരങ്ങൾ കൂടി എനിക്ക് കിട്ടി. ഈ സുകുമാരക്കുറുപ്പ് ആണ് ഈ കേസിൽ മരിച്ചത്, ചാക്കോ ആണ്, സുകുമാരക്കുറുപ്പാണ് അതിന്റെ പിന്നിൽ നിന്നും മനസ്സിലായതിനു ശേഷവും മാവേലിക്കര പോലീസ് സ്റ്റേഷനിൽ നിന്നും കേവലം 2.5 കിലോമീറ്ററിനടുത്തുള്ള ഒരു വീട്ടിൽ സുകുമാരക്കുറുപ്പ് ഉണ്ടായിരുന്നതറിഞ്ഞ് ഒരാളെ വിളിച്ച് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞെങ്കിലും രാവിലെ 10:30ക്കും 11നും ഇടയിലുള്ള സമയത്താണ് പറയുന്നത്. ആ പോലീസുകാരെ അവിടോട്ട് പോകാം എന്ന് പറഞ്ഞ് എല്ലാം ഒരുക്കി നിർത്തിയെങ്കിലും 3 മണിവരെ ആ വീട്ടിൽ പോവുകയോ ഒരു പരിശോധന നടത്തുകയോ ചെയ്തില്ല. അതിനിടയിൽ ശിവദാസൻ എന്ന് പറയുന്ന കുറത്തുകാട് കിടന്ന വണ്ടി ഓടിക്കുന്ന ഒരു ശിവദാസൻ എന്ന് പറയുന്ന ആളെ വിളിച്ച് ആ വീട്ടിൽ നിന്നും സുകുമാരക്കുറുപ്പിനെ രക്ഷപ്പെടുത്തി വിട്ടു. തുടർന്ന് 3 മണിക്ക് ശേഷമാണ് പോലീസ്, രാവിലെ ഇൻഫർമേഷൻ കിട്ടിയ പോലീസ് ആ വീട്ടിൽ ചെല്ലുന്നത്. അന്ന് ഡ്യൂട്ടിയിൽ പോയ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വരെ കണ്ട് ഞാൻ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ടായിരുന്നു. കൂടാതെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഞാൻ ചില രേഖകൾ, ഫോൺ രേഖകൾ 2017 ഹൈടെക് സെല്ലുമായി ബന്ധപ്പെട്ടൊക്കെ പരിശോധിച്ചപ്പോൾ സുകുമാരക്കുറുപ്പ് ജീവിച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കാൻ കഴിയുന്ന ചില വിവരങ്ങൾ കിട്ടി. അതെല്ലാം എൻ്റെ റിപ്പോർട്ട് ഞാൻ സൂചിപ്പിച്ചു.
ഏകദേശം 169ഓളം വ്യക്തികളെ ഞാൻ കണ്ടിരുന്നു. അവരുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും അന്ന് ഞാൻ സമർപ്പിച്ചിട്ടുണ്ട്. അതുമാത്രം പരിശോധിച്ചാൽ മതി. ഇന്നും എൻ്റെ വിശ്വാസം ശരിയാണെങ്കിൽ ചില മേഖലകളിൽ നിന്ന് ഞാൻ കൊടുത്ത ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ചില കണ്ടെത്തിയിട്ടുണ്ട്. വ്യക്തമായി ഈ പറയുന്ന സുകുമാരക്കുറുപ്പിനെയാണ് എന്ന് ബോധ്യപ്പെടുത്താൻ കഴിയുന്ന ഒരു കാര്യം കൂടി ഞാൻ ആ ഉദ്യോഗസ്ഥന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യയെ വിളിക്കുന്നൊരു വേടുണ്ട്. അത് വേറെ ആരും വിളിക്കത്തില്ല. അത് കൂടി പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. കൂടാതെ അദ്ദേഹം സഞ്ചരിക്കുന്ന, യാത്ര ചെയ്യുന്നു, അദ്ദേഹം ആഹാരം കഴിക്കാൻ ചെല്ലുന്ന ഹോട്ടലുകൾ, ആ ഹോട്ടലിൽ ഇദ്ദേഹത്തെ വിളിക്കുന്ന പേര്, ഇത്യാദി കാര്യങ്ങളെല്ലാം ഞാൻ മനസ്സിലാക്കിയ ഒരാളാണ്. പഴമക്കാർ പറയാറുണ്ട്, ഉറങ്ങിക്കിടക്കുന്നവനെ വിളിച്ചുണർത്താം, ഉറക്കം നടിക്കുന്നവനെ വിളിച്ചുണർത്താൻ കഴിയില്ല. ഫോട്ടോ മാധ്യമങ്ങളിൽ വരുന്നതിന് മുമ്പേ ഫോട്ടോ എൻ്റെ കൈവശമുണ്ട്. അത് ഇപ്പോഴും ഞാനെങ്ങനെ അന്വേഷണ ഏജൻസിയില്ലേ, അവർക്ക് ബന്ധം വെറുതെ ഒരാളെ പേര് പറയുമോ? അയാള് ഇന്ത്യൻ വംശജനായ മലേഷ്യൻ പൗരനായിട്ടാണ് അവിടെ കഴിയുന്നത്. അയാളുടെ പേരും അവിടെ കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് എനിക്കറിയാം. അത് ഒരു ക്രൈസ്തവ നെയിമും ഒരു ഹൈന്ദവ നെയിമും കൂടെ ചേർത്താണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അദ്ദേഹം നല്ലവണ്ണം മലയാളം സംസാരിക്കും. പക്ഷേ അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിനോടൊപ്പം സഹകരിച്ച ആളിനോട് അയാൾ മലേഷ്യക്കാരനാണ്, മലയാളം അറിയില്ല എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അയാൾ രാത്രി അദ്ദേഹത്തിന്റെ, ഞാനിപ്പോൾ പറയുന്നില്ല, വ്യക്തമായി കോണ്ടാക്ട് ചെയ്ത് മലയാളത്തിൽ സംസാരിക്കുന്നത് അയാൾ കേട്ടിട്ടുണ്ട്. അത് ഏറ്റവും വലിയ ഒരു സംഭവമാണല്ലോ. ഞാൻ വിശ്വസിക്കുന്നുണ്ട്, ഉറപ്പായിട്ടും സുകുമാരക്കുറുപ്പിന്. അത് മാത്രം ഇപ്പോൾ വന്നിരിക്കുന്ന ഫോട്ടോ അല്ല, അല്ലാത്തയും ഫോട്ടോ ഒക്കെ ഉണ്ട്. ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു ഫോട്ടോ അല്ല, 2023 ഫോട്ടോ ഉണ്ട്. ഒന്നുമില്ല. ഈ കേസ് പിടിക്കാൻ കഴിയട്ടെ. അയാൾ മരിച്ചെങ്കിൽ മരിച്ചെന്ന് ജനങ്ങളോട് പറയട്ടെ, ജീവിച്ചിരിക്കുന്നെന്ന് പറയട്ടെ. പക്ഷെ കിട്ടുന്ന വിവരം ഒന്ന് വെരിഫൈ ചെയ്യണം. അത് ചിലരൊക്കെ വിമർശന ബുദ്ധിയാ പറയുന്നു, പോലീസിൽ ചില ആളുകൾക്ക് ടിയെ എടുക്കാനും അതിനൊക്കെ വേണ്ടിയാണ് ഓരോരുത്തർക്കുണ്ട് എന്നൊക്കെ പറയുന്നത്. അതിനൊന്നും ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങളാരും 5 പൈസയും ഗവൺമെന്റിൽ നിന്ന് ടിയെ ഒന്നും മേടിക്കാതെ സ്വന്തം ശമ്പളം കൊണ്ട് ഈ ഇന്ത്യയൊട്ടാകെ സഞ്ചരിച്ച് അതിനെക്കുറിച്ച് അന്വേഷിച്ചവരാണ്. ആത്മാർത്ഥമായ ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്. അതിൽ പലരും എന്നോട് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. അവർക്ക് എല്ലാവർക്കും മരിച്ചോ ഇല്ലയോ സംശയരഹിതമായി പൊതുസമൂഹത്തോട് പറയാൻ കഴിയണം. അതാണ് എൻ്റെ ഒരു ആവശ്യം. തീർച്ചയായും അന്ന് അഗർവാൾ സാറിനെ ആ സ്ഥാനത്തൊന്നും മാറ്റിയില്ലായിരുന്നെങ്കിൽ അത് പിടിക്കാൻ കഴിയുമായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾക്കറിയാം, മാധ്യമ സുഹൃത്തുക്കൾക്ക് 10-32 വർഷം ജോലി ചെയ്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥനായ എനിക്ക് അറിയാവുന്നതിനേക്കാളും നിങ്ങൾക്കറിയാമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. കേരള പോലീസ് വിചാരിച്ചാൽ ലോകത്തിൻ്റെ എവിടെ നിന്നാലും പിടിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് പിടിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു.